ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. അതായത് നെല്ലിയാമ്പതിയാണ് നമ്മൾ പോയത്. അപ്പോൾ നെല്ലിയാമ്പതി ഒരുപാട് വീഡിയോസിലൊക്കെ എല്ലാവരും കാണിച്ച് കാണിക്കൊണ്ടുവന്നത് നെല്ലിയാമ്പതിയിലുള്ള ഓറഞ്ച് ഫാം, ഗവൺമെൻറ് ഓറഞ്ച് ഫാമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നെല്ലിയാമ്പതിയിൽ ചുരമൊക്കെ കയറി ഞങ്ങൾ ഏറ്റവും മുകളിലെത്തി. അതിനുശേഷം അവിടെ കുറച്ച് കണ്ടതിന് ശേഷം പിന്നെ ഏറ്റവും മുകളിൽ ചുരം എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ഇറങ്ങി ഇങ്ങനെ പോകുന്തോറും നമുക്ക് ഈ ടീ പ്ലാന്റേഷൻസും പിന്നെ ഓറഞ്ച് ഫാമിൻ്റെ അങ്ങോട്ടൊക്കെ എത്തും. അപ്പോൾ അവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. പെർ ഹെഡ് ഒരാൾക്ക് 25 ആണ് തോന്നുന്നു, 25. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തു, അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ ഓറഞ്ച് ഫാം മാത്രമല്ല, വെജിറ്റബിൾ ഫാം കൂടിയുണ്ട്. അപ്പോൾ 25 റുപ്പീസ് എടുത്തിട്ട് ടിക്കറ്റ് കയറി കാണാൻ. ഓറഞ്ച് അധികം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. ചിലപ്പോൾ ഞാൻ പോയ ടൈം ഓറഞ്ചിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ടാവാം. പക്ഷെ ബാക്കി കുറേ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചെന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാൽ തന്നെ ലെഫ്റ്റിലേക്ക് വഴിയുണ്ട്. പക്ഷേ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ഓറഞ്ച് ഫാമിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഒരു ഓറഞ്ച് ട്രീ മാത്രമാണ് ഞാൻ കണ്ടില്ല. അത് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ആ വലിയ സൈസുള്ള ഓറഞ്ച് ഇല്ലേ, അതാണ്. അതിനിപ്പോ എന്താ പറയാന്നുള്ളത് മലയാളം വേർഡ് എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇത് എത്രയും സൈസ് ഉണ്ട് സാധനം. അതാണ് ഐ മീൻ ഈ ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെ പറയില്ലേ ഞങ്ങളുടെ നാട്ടിൽ, അതാണ് സംഭവം എന്നാണ് തോന്നുന്നത്. ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഉള്ളൊരു റെഡ് കളറായിരിക്കും ഈ സംഗതി. ഭയങ്കര സൈസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യും, കഴിക്കാനും യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഓറഞ്ച് ഫാം കാണുന്നത്. ഇവിടെ കുറേ തൈകളൊക്കെ ഉണ്ട്, നട്ട് വെച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ആ ഒരു ട്രീയിൽ കുറേ നാരങ്ങ, ഈ ബബ്ലൂസ് നാരങ്ങ പോലത്തെ സംഭവം ഉണ്ടായി വലുതായി നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ തൈകളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഓറഞ്ച് ഫാമിൻ്റെ ശരിക്കുള്ള ഓറഞ്ചിൻ്റെ ഉണ്ടാകുന്ന സീസൺ ചിലപ്പോൾ വേറെ ആയിരിക്കാം, അതുകൊണ്ടാവും. എന്തായാലും ഇത്രയും വലിപ്പമുള്ള ഓറഞ്ചാണ്. ഞങ്ങളുടെ ഇവിടെ ഇതിന് ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും. കാണുന്ന നിങ്ങളുടെ അവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇത് അച്ചാറിടാൻ പറ്റും അതെനിക്കറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഓറഞ്ച് ഫാം കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ ഇതിന്റെ വിത്തൊക്കെ നട്ടുവെച്ച ആ ഒരു സംഭവമല്ലേ ഗ്രീൻ ഹൗസ്, അതിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. അതിന്റെ കുറെ വിത്തുകൾ, സീഡ്സ് അവര് അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ അവര് ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യാം. ഇതില് അതിന്റെ കവർ ബാഗിലൊക്കെ ഇട്ട് വെച്ചിട്ട് നട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വലുതായിട്ടാണ് ഇവര് ഈ നഴ്സറിയിൽ നിന്ന് ഇത് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെയാണല്ലോ. പിന്നെ അതും കണ്ടു കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വെല്ലൊക്കെ കണ്ടു. പിന്നെ ഈ ഫ്ലവർ കണ്ടു. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെടികളും അതിന്റെ സ്പീഷ്യസും നെയിമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഹിൽ സ്റ്റേഷൻ ആണല്ലോ അത്. പിന്നെ ഞങ്ങൾ ചെന്നത് ഇങ്ങനെ കുറെ ട്രീസ്, അതായത് ആപ്പിൾ ട്രീ ഇല്ലേ, ഏപ്പിൾ ട്രീ, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സിന്റെ ഏരിയയിലോട്ടുള്ള മരങ്ങളുള്ള ഏരിയയിലോട്ടുള്ള നമ്മൾ പോയത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഭയങ്കര ഭംഗിയാണ്. അതാണ് എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നല്ല നീല ആകാശം, ഭയങ്കര ബ്ലൂ ആയിട്ടുള്ള ആകാശം, താഴെ നിറയെ പച്ചപ്പ്. അതിൽ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, കേരളത്തിൽ തന്നെയാണോ എന്നൊക്കെ തോന്നിപ്പോകും. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ എന്താ ഈ ഫ്ലവറിന്റെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവറിന്റെ കുറെ ഇതുണ്ട്, കൃഷിയുണ്ട്. പിന്നെ കുറെ ഇവിടെ പലതരം ബോഗൻവില്ലാസ് കണ്ടു കേട്ടോ ഞാൻ. മരങ്ങളായിട്ട് നിൽക്കാത്ത തരത്തിലുള്ള കുറെ ബോഗൻവില്ലാസ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് ചെടികളാണ്. ഞാൻ പറഞ്ഞല്ലോ, വെജിറ്റബിൾസും പിന്നെ ഓറഞ്ചിന്റെയും ഫാമാണല്ലോ. അപ്പൊ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ ഇത് ആർക്കും കയറാൻ പറ്റില്ല ഏറുമാടത്തിൽ, പക്ഷെ ഏടുമാടുണ്ട്. പിന്നെ നമ്മുടെ സൺഫ്ലവർ ഇഷ്ടംപോലെ കാണുന്നുണ്ട്, ബൊഗൻവില്ലാസ് ഇഷ്ടംപോലെ കാണുന്നുണ്ട്, പിന്നെ ചെമ്പരത്തി കാണുന്നുണ്ട്, മാവ് കാണുന്നുണ്ട്. ഒരു വിധപ്പെട്ട എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ഭംഗി എന്ന് പറഞ്ഞ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നല്ല എന്താ പറയാ, പച്ചപ്പും നീലാകാശവും, നീലയും വെള്ളയും കളർന്നിട്ടുള്ള ആകാശം, താഴെ പച്ചപ്പ്. സോ ബ്യൂട്ടിഫുൾ. നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. 25 റുപ്പീസ് അല്ലേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതൊരു താമരക്കുളമാണ് ഇത്. ആ ഭാഗത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മക്കളെ. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എവിടെയോ നമ്മൾ ലൈക്ക് എന്താ പറയുക, ഇപ്പം വേറെ എവിടെയോ ചെന്ന് പെട്ട പോലെ. പറയുമ്പോൾ ഞാൻ ഷൊർണൂര് വരുന്ന ആളാണ്. എനിക്കൊരു 2.5 hours ആണ് ഇങ്ങോട്ട് ഡ്രൈവ് ഉള്ളത്. പക്ഷെ ഇത്രയും മനോഹരമായ സ്ഥലം എന്നൊക്കെ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. താമസിക്കാൻ നമ്മൾ വരുന്ന വഴിക്ക് താമസിക്കാനുള്ള റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസമൊക്കെ അവിടെ ഒന്ന് താമസിക്കുക, ഭയങ്കര ഭംഗിയാണ്. വരുന്ന വഴിക്ക് ആന ഇറങ്ങുന്നൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, നമ്മൾ ഈ വയനാട്ടിൽ ചുരം കയറില്ല, അതുപോലെ തന്നെയാണ് നെല്ലിയാമ്പതി ചുരം. താഴത്തുനിന്ന് മുകളിലോട്ട് ഒരുപാട് കയറാനുണ്ട്.
പക്ഷെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഈ താമരക്കുളം അത്യാവശ്യം നല്ല സൈസുള്ള താമരക്കുളമാണ്. അതിന് സൈഡിലൊക്കെ ചെടികൾ നല്ല എന്തായാലും നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇവിടെ ജോലിക്കാർ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ജോലിക്കാർ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാവുന്നു. അല്ല, ഇവർ ഈ നാട്ടിലുള്ള ആളുകളെ തോന്നുന്നു. ഒരുപാട് മലയാളം സംസാരിക്കുന്ന ജോലിക്കാരെ കണ്ടു. പിന്നെ സൺഫ്ലവേഴ്സ് സണ്ണിനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇതാണ് ഇത്രയും എന്താ പറയുക ആ ഈ താമരക്കുളത്തിൻ്റെ ഭംഗി. അത് ഞാൻ ഒരുപാട് ഒരുപാട് ഫോട്ടോസ് ഞാൻ അവിടെ നിന്ന് എടുത്തു. നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ, ക്യാമറ കൊണ്ടൊക്കെ നിങ്ങൾ ഫോട്ടോസ് എടുത്താൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്സ് കിട്ടും. പിന്നെ അവിടെ പൂക്കളൊന്നും പറിച്ചിടുന്നത് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ പൂവാ തോന്നുന്നു. ഇത് സ്പ്രെഡ് ചെയ്യണം, വള്ളിയിൽ ഉണ്ടാവണം. ഇങ്ങനെ അവരെന്താ പറയുക, ഒരു നമ്മൾ മതിൽ പോലെ അതിമൊക്കെ പടർന്ന് പിടിക്കുന്ന ഒരു തരം, ഇത് ഒരു കമ്പി വേലിയാണ്, അതിൻ്റെ മുകളിലാണ് ഇത് പടർന്ന് വെച്ചിരിക്കുന്നത്. ഒരു തരം ഓറഞ്ച്. പിന്നെ നമ്മൾ എത്തിയത് എന്താ പറയുക, പച്ചക്കറി കൃഷി നടത്തുന്ന അവിടെയാണ്. അതിൻ്റെ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജാണ്. പിന്നീട് നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്നത് ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് അറിയാലോ, അതിൻ്റെ ചെടിയാണ്. അത് നല്ല ചന്തമുണ്ട് കാണാൻ. പിന്നെ അതെല്ലാം കണ്ടു. ഒരുപാട് പിന്നെ വെളുത്തുള്ളിയുടെ ഇല, വെളുത്തുള്ളി, പിന്നെ ലെറ്റ്യൂസ്, ക്യാബേജ്, കോളിഫ്ലവർ, എന്താ പറയുക, തണുത്ത ഏരിയയാണല്ലോ. ഞങ്ങൾ ചെന്നത് ആക്ച്വലി ഒരു 11 മണിക്കൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ കുക്കുമ്പറാണിത്, ഭയങ്കര സൈസുള്ള കുക്കുമ്പർ. ഇത് ഫുള്ള് ക്യാബേജാണ്. അവിടെ എത്തിയാൽ തന്നെ സത്യം പറയലോ ക്യാബേജിന് കോളിഫ്ലവറിൻ്റെയും മണമാണ് ഇവിടെ കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് നടന്ന് കാണാൻ പറ്റുന്നുള്ള, വെയിലൊന്നും പ്രശ്നമില്ലാത്ത നടന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ഏരിയ കാണാനുണ്ട്. അതിന് കണ്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ അവരുടെ വിപണന കേന്ദ്രമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.